സം ഇൻഫൈനൈറ്റ്സ് തോട്ട്സ് എന്ന വീഡിയോയിൽ നമ്മൾ പൂജ്യത്തെ പറ്റിയും പ്രളയം പോലെ നമ്മുടെ അടുത്തേക്ക് വന്ന ഒരുപാട് ഇൻഫിനിറ്റികളെ പറ്റിയും ഒക്കെ നമ്മൾ സംസാരിച്ചു. സ്വാഭാവികമായിട്ടും നമ്മൾ പലപ്പോഴും നമ്മുടെ മനസ്സിൽ തോന്നുന്നൊരു കാര്യമാണ് അതിനൊന്ന് വിഷ്വലൈസ് ചെയ്യുക, പൂജ്യത്തിനൊന്ന് കാണുക, ഇൻഫിനിറ്റി ഒന്ന് കാണുക എന്നൊക്കെയുള്ളത്. അപ്പോൾ ഒന്നിനെ കാണിക്കാൻ പറഞ്ഞു നമുക്ക് പറയാം ഇതൊരു പേനയാണ്. ഒന്ന് പൂജ്യത്തെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ നമുക്കൊരു ശൂന്യമായ ഒരു സ്ഥലം കാണിച്ചു കൊടുത്തിട്ട് പറയാം. പക്ഷേ അപ്പോൾ വേറൊരാൾ പറയണം അത് ശൂന്യത നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതേസമയം ചിലപ്പോൾ ആ ശൂന്യതയായി അനുഭവപ്പെടേണ്ട ഒന്ന് ചിലപ്പോൾ അനന്തത പോലെയൊക്കെ അനുഭവപ്പെട്ടു കാം. അത് നമ്മൾ മുമ്പ് സൂചിപ്പിച്ചൊരു കാര്യമാണ്. പിന്നെ ഒരു മാത്തമാറ്റിക്സ് സ്റ്റുഡൻറ്റിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ എനിക്ക് വേണമെങ്കിൽ ഒരു സീറോയിനെയും ഇൻഫിനിറ്റിയെയും വേണമെങ്കിൽ ഒന്ന് എങ്ങനെ നമുക്കൊന്ന് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും നോക്കാം. നമുക്കറിയാവുന്ന ഒരു റിസൾട്ടാണ് ലിമിറ്റ് 1/2 പവർ n 0 ആണ്. അപ്പോൾ 1/2 ഒന്നിനെ പകുതിയാക്കി 0.5 ആയി. അതിനെ പകുതിയാക്കുന്നു 1/4 1/8. ഓരോ തവണ 1നെ 16 കൊണ്ട് ഹരിക്കുന്നു, 1നെ 32 കൊണ്ട് 64 കൊണ്ട് ഹരിച്ച് അത് വാല്യൂസ് കൂടും തോറും അത് ഏതിൻ്റെ അടുത്തേക്ക് പോവാണ്? പൂജ്യത്തിൻ്റെ അടുത്തേക്ക് പോവാണ്. അപ്പോൾ തിരിച്ച് ഇതിൻ്റെ റിവർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ലിമിറ്റ് 2 പവർ n ചെയ്ത് കഴിഞ്ഞാൽ 2 4 6 8 അത് ഇൻഫിനിറ്റിയുടെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വേണമെങ്കിൽ ഇതിനെ നമുക്ക് ഈ പ്രോസസ്സിനെ നമ്മൾ ഇങ്ങനെ പറഞ്ഞെങ്കിലും നമുക്ക് വേണമെങ്കിൽ ഒരു പേപ്പർ ഉപയോഗിച്ച് വേണമെങ്കിൽ നമുക്ക് നോക്കാം അല്ലേ. അപ്പോൾ ഞാൻ ആദ്യം ലിമിറ്റ് 1/2 പവർ n ആണ് 0. അപ്പോൾ ഒരു പേപ്പർ ഒന്ന് ഇതിനെ നേർപകുതിയാക്കി 1/2 ആക്കി. ഇനി അതിനെ പകുതിയാക്കുക, അപ്പോൾ 1/4. അതാണല്ലോ ആ സീക്വൻസിലെ രണ്ടാമത്തെ ടൈം, ലിമിറ്റ് 1/2 പവർ n. വീണ്ടും നമ്മൾ ആക്കുന്നു നാലാമത്തെ പ്രോസസ്സ്, അഞ്ചാമത്തെ പ്രോസസ്സ്, ആറാമത്തെ, ഏഴാമത്തെ, എട്ടാമത്തെ, ഒമ്പതാമത്തെ, പത്താമത്തെ, ഇത് 11. നമ്മളിത് ചെയ്തൊരു ഇപ്പോഴേക്ക് നമ്മൾ ഇനി ഇതുമേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ പതുക്കെ ഇപ്പോൾ 30 എത്തുന്നു, 60 എത്തുന്നു, 100 എത്തുമ്പോഴേക്കും നമ്മൾ 0നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇൻഫിനിറ്റീനെ ചെയ്യുകയാണെങ്കിലോ നമ്മളൊരു പേപ്പർ എടുക്കുന്നു, ഇതിൻ്റെ റിവർട്ട് ചെയ്യണം. നമ്മളിതിനെ നേരെ പകുതിയാക്കുന്നു, അത് ഇതിൻ്റെ മുകളിൽ ഒട്ടിക്കുന്നു. ഇനി ഇത് മൊത്തം നമ്മൾ കീറുന്ന അതിൻ്റെ മുകളിൽ ഒട്ടിക്കുന്നു. ഒരു 64 കഷ്ണങ്ങളോ ഒക്കെ ആക്കി നമ്മൾ അത് നിവർത്തി മുകളിലേക്ക് നോക്കിയാൽ ഒരുപക്ഷെ അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് സൂര്യനും കടന്നു പോയിട്ടുണ്ടാവാം. പക്ഷെ ഞാൻ 2⁻64 - 1 ടൈപ്പ് കുറേ പ്രോബ്ലംസ് പിന്നീട് ഒരു സമയത്ത് സംസാരിക്കാമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ന് വാസ്തവത്തിൽ ഞാൻ ചെസ്സിനെ പറ്റി സംസാരിക്കാൻ ആഗ്രഹിച്ചിട്ട് ദിവസമാണ്. അപ്പോഴാണ് ന്യൂമറിക്കൽ അനാലിസിസും ന്യൂമറിക്കൽ മെത്തേഡ്സ് അങ്ങനെയൊക്കെയുള്ള ചില ഡിസ്കഷൻസ് കണ്ട്. അപ്പോൾ പിന്നെ തോന്നി അങ്ങനെ ഉള്ള ചില കാര്യങ്ങൾ ഒന്ന് നമുക്ക് നോക്കാമെന്ന് തോന്നി. വാസ്തവത്തിൽ ഇപ്പോൾ ഈ 0നെ കാണുന്നത് മങ്കിപ്പൻ സിനിമയിൽ അതിൽ ആ കുട്ടി വേറൊരു തരത്തിൽ പറയുന്നുണ്ട്. ഇപ്പോൾ 0നെ കാണിക്കുന്നത് ആൾ പറയുന്നത് ഏതൊരു പേപ്പർ 8 തവണ മടക്കാൻ പറ്റില്ല എന്നാണ്. ലോകത്തിലെ എത്ര വലിയ പേപ്പർ എടുത്താലും ഒരു മടക്കി, രണ്ടാമത്തെ മടക്കി, മൂന്നാമത്തെ ബൈസെക്റ്റ് ചെയ്യാം കേട്ടോ, മൂന്നാമത്തെ, നാലാമത്തെ, അഞ്ചാമത്തെ, ആറാമത്തെ, ഇനി വേണമെങ്കിൽ 7, എട്ടാമത്തെ നമുക്ക് പറ്റില്ല എന്നുള്ളതാണ് ആ കുട്ടി പറയണേ. ഒരു തരത്തിലത് ആ 0യുടെ ഒരു കൺവേർജ് ചെയ്യുന്നത് തന്നെയാണ് ആ വാസ്തവത്തിൽ പറയുന്നത്. വാസ്തവത്തിൽ ഈ മങ്കിപ്പനിലെ ഈ സിനിമ തന്നെയാണ് ബൈസെക്ഷൻ മെത്തേഡിൻ്റെ പ്രൂഫും എന്നൊന്ന് പറയാൻ. അത് വളരെ കൗതുകരമാണ്. പലപ്പോഴും നമ്മൾ അങ്ങനെ സിനിമകളിൽ, നോവലുകളിൽ അത്ര മാക്സ് മൊമെൻറ്റ് കാണുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര സന്തോഷമല്ലേ. അപ്പോൾ എന്താണ് ബൈസെക്ഷൻ മെത്തേഡ്? എന്താ ആദ്യം പറയണത്? ആദ്യം ഈ പേപ്പറിൻ്റെ ഉള്ളിൽ ഉത്തരമുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ബൈസെക്റ്റ് ചെയ്തു, രണ്ടാക്കിയിട്ട് ചോദിക്കുകയാണ് ഇതിലാണോ ഉള്ളത്. അപ്പോൾ ഒരാൾ പറയാണ് ഇതിലാണോ ഉള്ളത്. അപ്പോൾ നമ്മൾ വേഗം ഈ പേപ്പർ എടുത്തു, അതിനെ ബൈസെക്റ്റ് ചെയ്തിട്ട് വെച്ച് ഇതിലാണോ ഉള്ളത്. അപ്പോൾ ഇതിലാണെന്ന് പറഞ്ഞു. ഇനി ഇത് റിപ്പീറ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഇതിലാണ്, അപ്പോൾ ഇത് പോട്ടെ. ഇനി ഇതിനെ ബൈസെക്റ്റ് ചെയ്തു, അപ്പോൾ ഒരാൾ പറയുന്നത് ഇതിലാണ്, എന്നാൽ ഇത് എടുക്കണം. അപ്പോൾ നമ്മളിത് 5ാമത്തെ തവണ ബൈസെക്റ്റ് ചെയ്തു. ഇതിങ്ങനെ ചെറുതായി വരികയാണ്. ചെറുതായി വരുമ്പോൾ അവസാനം നമ്മൾ എന്ത് സംഭവിക്കേണ്ടി വരും? അവസാനം നമുക്കൊരു കുഞ്ഞ ഒരു സംഗതിയിൽ അവസാനം നമ്മൾ ചോദിക്കുകയാണ് ഇതല്ലേ ഉത്തരം?
ഓക്കെ. അപ്പോൾ ഈ പറയുന്ന നമ്മൾ ഈ പേപ്പർ കൊണ്ട് ചെയ്തതിന് ഒരു അനാലിസിസിൻ്റെ ഭാഷ കൊടുക്കാനും നമുക്ക് എളുപ്പമാണ്. ഇപ്പോൾ നമ്മൾ പറയാണ് ഒരു വര ഇവിടെ എവിടെയാണ് ഉത്തരം നമ്മുടെ. അപ്പോൾ ലെങ്ത്ത് B-, നമ്മൾ ബൈസെക്റ്റ് ചെയ്തു, ആദ്യത്തെ കിട്ടി X1. വാസ്തവത്തിൽ ഉത്തരം ഇവിടെയായിരുന്നു എന്നിരിക്കട്ടെ. അപ്പം നമ്മൾ എന്താണ് പറയുക, X1ഉം Xഉം തമ്മിലുള്ള ദൂരം B-യേക്കാളും കുറവാണ്. അടുത്ത നമ്മളപ്പോൾ ഈ കഷ്ണത്തിലാണുള്ളത്, അതിനെ നമ്മൾ പകുതിയാക്കും. അപ്പം നമുക്ക് എന്താണ് ഉത്തരം, X2ഉം Xഉം തമ്മിലുള്ള ദൂരം അതിൻ്റെ പകുതിയേക്കാളും അതിന് B-യേക്കാളും ചെറുതായിരിക്കും, B-യുടെ പകുതിയേക്കാളും ചെറുതായിരിക്കും. അപ്പോൾ അടുത്ത തവണയോ അതിൻ്റെ പകുതിയേക്കാളും ചെറുതാണ്, B-A/2² ആവും. അപ്പോൾ ഒരു തവണ നമ്മൾ ചെയ്യുമ്പോഴോ മോഡുലസ് Xn - X ലെസ് ദാൻ B-A/2n-1 ആണ്. ഇവിടെ ലിമിറ്റ് 1/2n-1 0 ആണ്. അപ്പോൾ ഈ ലിമിറ്റ് എങ്ങോട്ട് പോകും, മൊത്തം 0യിലേക്ക് പോകും. അതുകൊണ്ട് ലിമിറ്റ് Xn Xലേക്ക് പോകും. അതുകൊണ്ട് ബൈസെക്ഷൻ മെത്തേഡിന് എന്തായാലും ഉത്തരമുണ്ട്. ഈ ബൈസെക്ഷൻ മെത്തേഡിന് എന്തായാലും ഉത്തരമുണ്ടെന്ന് പറയുന്നത് വളരെ രസകരമായിട്ട് നമുക്ക് അതിൻ്റെ ഒരു കോംപ്ലക്സിറ്റിയൊക്കെ ഒഴിവാക്കി സാധാരണ ജനത്തോട് വളരെ നമ്മൾ ഒരു മാത്സ് സ്റ്റുഡൻസ് എന്നുള്ള നിലയിൽ നമ്മൾ സംസാരിക്കുന്നതിനേക്കാളും നമുക്ക് സംസാരിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മൾ ചോദിക്കുകയാണ് ഒരു 1നും 100-നിടയിലുള്ളൊരു സംഖ്യ വിചാരിക്കുക. ഇതിന് നമ്മൾ ചോദിക്കുന്നതിനെല്ലാം അവർ സത്യസന്ധമായി ഉത്തരം പറയണം. തീർച്ചയായിട്ടും നമുക്ക് വളരെ പെട്ടെന്ന് അതിൻ്റെ ഉത്തരം എന്താണെന്ന് പറയാൻ പറ്റും. എത്ര ചോദ്യങ്ങൾ ചോദിക്കണം, നമുക്ക് 8ാമത്തെ ചോദ്യത്തിൽ എന്തായാലും ഉത്തരം കിട്ടിയിരിക്കും. അത് നമ്മൾ ചോദിക്കും 1നും 64-നും ഇടയ്ക്കാണോ, 64-നും 100-നും ഇടയ്ക്കാണോ. അപ്പോൾ 1ന് 64-നാണെങ്കിൽ ബൈസെക്ഷൻ, 1ന് 32-ന് ഇടയ്ക്കാണോ, 33-ന് 64-ആണോ. ഇങ്ങനെ നമ്മൾ ചോദിച്ച് അവസാനം നമ്മൾക്ക് ആ ചോദ്യം 8ാമത്തെ ചോദ്യം എത്തുമ്പോൾ ചിലപ്പോൾ നമുക്കത് 7 ആണോ 8 ആണോ എന്നൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമായി മാറും. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ 1നും 100-നും ഇടയ്ക്കുള്ള ഏതൊരു സംഖ്യ നിങ്ങൾ വിചാരിച്ചാൽ, 1നും വേറെ തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ 124 വരെയുള്ള ഏത് സംഖ്യ വിചാരിച്ചാലും നിങ്ങൾക്ക് ഒരേ സ്റ്റെപ്സിൽ തന്നെയാണ് ഉത്തരം കിട്ടുക. ഇപ്പോൾ 8ാമതാണ് കിട്ടുന്നത്, ഏത് സംഖ്യ വിചാരിച്ചാലും 8ാമത്തേലും ഉത്തരം കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇത് 256 ആണെങ്കിലോ ഒരു ചോദ്യം കൂടിയേ കൂട്ടിയാൽ മതി, 512 ആണെങ്കിലോ. അതുകൊണ്ട് ലോകത്തിലെ ഏത് സംഖ്യകൾ വിചാരിക്കുകയാണെങ്കിലും നമ്മളിങ്ങനെ കൂട്ടിപ്പറയാനും നമ്മൾ ചോദ്യം ചോദിക്കാൻ ഭയങ്കര നമുക്ക് ഒരു വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് സാധിക്കുന്നതാണ്. ഒരു 1000 വരെയുള്ളൊരു സംഖ്യക്ക് വിചാരിച്ച ഒരു 10 ചോദ്യം കൊണ്ട് മിക്കവാറും നമുക്കതിന് ഉത്തരം പറയാൻ പറ്റും, ആ സംഖ്യ ഏതാണ് വിചാരിച്ചത് എന്ന്. അപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞ് പലപ്പോഴും ഞാൻ എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള ചിലപ്പോൾ എന്തെങ്കിലും ഐഡിയകളിലോ ഒക്കെ ഞാൻ ഇൻഫിനിറ്റി എന്നുള്ളൊരു പദം ഉപയോഗിക്കും. അപ്പം ഞാൻ അതിനോട് അധികം ബയാസ്ഡ് ആണെന്ന് എന്നെ ബോധ്യപ്പെടുത്താൻ ഞാൻ 0-ൻ്റെ ഒരു കാര്യം പറഞ്ഞിട്ട് അവസാനിപ്പിക്കാമെന്ന് കരുതാണ്. ഈ 0-നെ നമ്മൾ ഫൈനൈറ്റിൽ പെടുത്തണോ അതോ അതിൻ്റെ അപ്പുറത്താണോ പെടുത്തേണ്ടതെന്നുള്ളൊരു വലിയൊരു ചോദ്യമാണ്. അപ്പോൾ നമ്മൾ 0-നെ ഇപ്പോൾ തൽക്കാലം 0 എലമെൻറ്റ് അപ്പോൾ ഫൈനൈറ്റ് ആണെന്ന് കരുതുക. അങ്ങനെ ഫൈനൈറ്റ് ആണെങ്കിൽ ഇപ്പോൾ ഞാൻ ഒരു യൂണിവേഴ്സൽ ഒരു എക്സ് എന്ന് പറയുന്ന ഒരു സെറ്റ് എടുത്തു, അതിൻ്റെ സബ്സെറ്റുകളാണ് എന്നിരിക്കട്ടെ. വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കുക എളുപ്പത്തിന് A1 A2 A3 എന്നൊക്കെ ഉള്ള ഭാഷ കൊടുക്കാം കേട്ടോ. ഇതൊക്കെ എക്സിൻ്റെ സബ്സെറ്റാണ്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ A1 ഇൻ്റർസെക്ഷൻ A2 കൺസിഡർ ചെയ്യാം, A1 ഇൻ്റർസെക്ഷൻ A2 ഇൻ്റർസെക്ഷൻ A3 കൺസിഡർ ചെയ്യാം, അല്ലെങ്കിൽ A2 ഇൻ്റർസെക്ഷൻ A3 ഇൻ്റർസെക്ഷൻ A4, അല്ലെങ്കിൽ A1 കൺസിഡർ ചെയ്യാം. അപ്പം ഞാനിങ്ങനെ പറയുകയാണ്, ഇത് 3 എലമെൻറ്റുകളുടെ ഇൻ്റർസെക്ഷനാണ്, ഇത് 2 എലമെൻറ്റുകളുടെ ഇൻ്റർസെക്ഷനാണ്, ഇത് 1 എലമെൻറ്റിൻ്റെ ഇൻ്റർസെക്ഷനാണ്, ഫൈനൈറ്റ് ആൾക്കാരുടെ ഇൻ്റർസെക്ഷനാണ്. അപ്പോൾ 0 എലമെൻറ്റുകളുടെ ഇൻ്റർസെക്ഷൻ നിങ്ങൾ കാണുന്നു, പക്ഷെ അതിൽ ഇൻ്റർസെക്ഷനിൽ എത്ര എലമെൻ്റ് ഉണ്ട്, 0 എലമെൻറ്റ്സ്. അതെന്താണ്? എക്സ് ആണ് ഫുൾ സെറ്റ്. അപ്പം നമുക്കറിയാം, ഈ സാധാരണ നമ്മൾ വെൻ ഡയഗ്രമൊക്കെ വരയ്ക്കും, ഇതാണ് A1, ഇപ്പോൾ A1 എന്ന് ഞാൻ വരച്ചു, ഇതാണ് A2. അപ്പോൾ ഈ നടുവിൽ കാണുന്നതാണ് A1-ലും A2-ലും കോമൺ ആയിട്ടുള്ളത്. അപ്പോൾ ഞാൻ A3 കൂടി വരയ്ക്കുകയാണെങ്കിലോ, ഈ A1 ഇൻ്റർസെക്ഷൻ A2-ലെ ഈ കോമൺ ആയിട്ട് വരുന്ന ഭാഗമാണ് A1 ഇൻ്റർസെക്ഷൻ A2 ഇൻ്റർസെക്ഷൻ A3. അപ്പോൾ ഇതാണ് A1-ലും A2-ലും A3-ലും, ഈ പടത്തിൽ നിന്ന് തന്നെ ഒബ്വിയസ് ആണല്ലോ, A1-ലും A2-ലും A3-ലും കോമൺ ആയിട്ടുള്ള ഭാഗം. അപ്പോൾ A1 ഇൻ്റർസെക്ഷൻ A2 ഇൻ്റർസെക്ഷൻ A3-യോ ചെറുതാണ്, അതിനേക്കാളും വലുതാണല്ലോ ഇതാണ് A1-ലും A2-ലും കോമൺ ആയിട്ടുള്ളത്. ഇതാണ് A1 ഇൻ്റർസെക്ഷൻ A2. അപ്പോൾ 3 എണ്ണം വന്നപ്പോഴോ ചെറുതായി, 2 എണ്ണം വന്നപ്പോഴോ വലുതായി, A1 ഒരാളുള്ളപ്പോഴോ കുറച്ചും കൂടി വലുതായി, അപ്പോൾ 0 ഉള്ളപ്പോഴോ ഏറ്റവും വലുതാവും. അപ്പോൾ ഇൻ്റർസെക്ഷൻ ഇൻ്റർസെക്ഷനിൽ 0 എലമെൻ്റ് ഉള്ളെങ്കിൽ അതാരാണ്? ഫുൾ സെറ്റാണ്. അപ്പോൾ ഇതിൻ്റെ ഡ്യൂവൽ നമുക്ക് വളരെ എളുപ്പത്തിൽ നോക്കാമല്ലോ. അപ്പോൾ A1 എന്ന് പറഞ്ഞാൽ ഈ പടം മാത്രം, A1 യൂണിയൻ A2 എന്ന് പറഞ്ഞാൽ ഈ പടവും A1 യൂണിയൻ A2 യൂണിയൻ A3 എന്ന് പറഞ്ഞാൽ ഇതും.
മൂന്നെണ്ണം ഉള്ളപ്പോഴോ വലുതായി, യൂണിയൻ്റെ കേസിൽ രണ്ടെണ്ണം ഉള്ളപ്പോഴോ ചെറുതായി, ഒരെണ്ണം ഉള്ളപ്പോഴോ ഒന്നും കൂടി ചെറുതായി, പൂജ്യം ഉള്ളപ്പോഴോ ഏറ്റവും ചെറുതാവും. അപ്പോൾ യൂണിയനിൽ ഒരാളുള്ളൂ എങ്കിൽ അതാരായി മാറി? നൾസെറ്റായി മാറി. അല്ല, ഒരാളല്ല, 0 ആൾക്കാരുള്ളെങ്കിൽ അതാരായി? നൾസെറ്റായി. ഇൻ്റർസെക്ഷനിൽ 0 ആൾക്കാരുള്ളെങ്കിൽ അത് ഫുൾ സെറ്റാണ്, യൂണിയനിൽ 0 ആൾക്കാരുള്ളെങ്കിൽ അത് ആരാണ്? നൾസെറ്റാണ്. അപ്പോൾ ഒരു തോട്ടും കൂടി പറഞ്ഞ അവസാനം. ഇപ്പോൾ ടോപ്പോളജിയുടെ ഡെഫിനിഷൻ, 0നെ ഫൈനൈറ്റ് ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യാമെന്ന് കരുതുക. ഇപ്പോൾ സാധാരണ ടോപ്പോളജിയുടെ ഡെഫിനിഷൻ പറയാൻ നൾസെറ്റും ഫുൾ സെറ്റും ടോയിൽ ഉണ്ടാവണം. ടോ ഈസ് ക്ലോസ്ഡ് അണ്ടർ ആർബിട്രറി യൂണിയൻ, ടോ ഈസ് ക്ലോസ്ഡ് അണ്ടർ ഫൈനൈറ്റ് ഇൻ്റർസെക്ഷൻ. അപ്പോൾ ടോ ഈസ് ക്ലോസ്ഡ് അണ്ടർ ആർബിട്രറി യൂണിയൻ, ടോയിലെ ഏത് ആൾക്കാരുടെ ഏത് ടൈപ്പ് യൂണിയൻ എടുത്താലും ടോയിലുണ്ട്. അപ്പോൾ 0 ആൾക്കാരുടെ യൂണിയൻ എടുത്താലും അത് ഏതിലുണ്ട്? ടോയിലുണ്ട്. അതുകൊണ്ട് നൾസെറ്റ് ഏതിലുണ്ടാവണം? ടോയിലുണ്ടാവണം. ടോ ക്ലോസ്ഡ് അണ്ടർ ആർബിട്രറി യൂണിയൻ ആണെങ്കിൽ നൾസെറ്റ് ഏതിലുണ്ടാവണം? ടോയിലുണ്ടാവണം. മൂന്നാമത്തെ കണ്ടീഷൻ, ടോ ഈസ് ക്ലോസ്ഡ് അണ്ടർ ഫൈനൈറ്റ് ഇൻ്റർസെക്ഷൻ. ടോ ഈസ് ക്ലോസ്ഡ് അണ്ടർ ഫൈനൈറ്റ് ഇൻ്റർസെക്ഷൻ, ഫൈനൈറ്റ് 0 ഫൈനൈറ്റ് ആണെന്ന് കരുതിയാൽ നോക്കൂ, 0 ആൾക്കാരുടെ ഇൻ്റർസെക്ഷൻ എടുത്താൽ അത് എക്സ് ആണ്. അപ്പോൾ എക്സ് ടോയിലുണ്ട്. ടോ ഈസ് ക്ലോസ്ഡ് അണ്ടർ ഫൈനൈറ്റ് ഇൻ്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എക്സ് ടോയിലുണ്ടെന്നും, ടോ ഈസ് ക്ലോസ്ഡ് അണ്ടർ ആർബിട്രറി യൂണിയൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നൾസെറ്റ് ടോയിലുണ്ടെന്നാണ്. അപ്പോൾ നൾസെറ്റ് ഫുൾ സെറ്റ് ടോയിലുണ്ട്. അപ്പോൾ ടോയുടെ ഡെഫിനിഷന് ടോ ഈസ് ക്ലോസ്ഡ് അണ്ടർ എക്സ് ഒരു എനി സെറ്റ്, ടോ ഈസ് എ കളക്ഷൻ ഓഫ് സം സബ്സെറ്റ്സ് ഓഫ് എക്സ്, ദെൻ ടോ ഈസ് സെറ്റ് ടു ബി എ ടോപ്പോളജി ഓൺ എക്സ് ഇഫ് ടോ ഈസ് ക്ലോസ്ഡ് അണ്ടർ ആർബിട്രറി യൂണിയൻ ആൻഡ് ഫൈനൈറ്റ് ഇൻ്റർസെക്ഷൻ എന്ന് മതിയോ എന്നൊരു ചോദ്യം ചോദിച്ചിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.